തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. സംസ്ഥാനത്ത് എലിപ്പനി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തെ ആരോഗ്യ വിദഗ്ധർ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. ഒരു മാസത്തിനിടെ മാത്രം 8 പേരാണ് എലിപ്പനി ബാധിച്ചു മരിച്ചത്. മാറി മാറി മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഡെങ്കിപ്പനി കൂടാനിടയുണ്ടെന്നും പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ചൂടേറിയപ്പോൾ കേരളം പനിക്കിടക്കയിലായിരുന്നുവെന്ന് കണക്കുകൾ പറയുന്നു. ആരോഗ്യവകുപ്പ് അപ്ഡേറ്റ് ചെയ്ത ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് 9803 പേർ ഇക്കഴിഞ്ഞ ദിവസം മാത്രം പനി പിടിച്ച് ചികിത്സ തേടിയിട്ടുണ്ട്. ഇതിൽ 152 പേർക്ക് ഡെങ്കിപ്പനി ലക്ഷണങ്ങളുണ്ട്. 35 പേർക്ക് സ്ഥിരീകരിച്ചു. എലിപ്പനി സ്ഥിരീകരിച്ചത് 24 പേർക്കാണ്. 9 പേരാണ് രോഗലക്ഷണങ്ങളോടെ ചികിത്സയിലുള്ളത്. ഒരു മരണവുമുണ്ടായി. ഈ ഒരു മാസത്തെ കണക്കെടുത്താൽ 179 പേർക്ക് എലിപ്പനി പിടിപെട്ടു. 150ഓളം പേർ എലിപ്പനി ലക്ഷണങ്ങളോടെ ചികിത്സ തേടി. 8 മരണം സ്ഥിരീകരിച്ചപ്പോൾ എലിപ്പനിയാണോ എന്ന സംശയം മറ്റ് 4 മരണങ്ങൾക്ക് കൂടിയുണ്ട്. ഈ മാസം 306 പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ മാത്രം 64 പേർ മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചിട്ടുണ്ടെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്ക്. H1N1 ബാധിച്ച് ഈ വർഷം 58 പേരാണ് മരിച്ചത്. സംസ്ഥാനത്ത് ഇടവിട്ട് പെയ്യുന്ന മഴയാണ് ഡെങ്കിപ്പനിക്കും എലിപ്പനിക്കും കാരണമാകുന്നതെന്നും പൊതുജനങ്ങൾ ജാഗ്രതയോടെ പെരുമാറണമെന്നും ആരോഗ്യവകുപ്പ് ആവർത്തിച്ച് നിർദ്ദേശിക്കുന്നുണ്ട്. ബോധവൽക്കരണത്തിനപ്പുറം ആരോഗ്യവകുപ്പ് അടിയന്തരമായി ഇടപെടേണ്ട സാഹചര്യമുണ്ടെന്നാണ് പൊതുജനാരോഗ്യ വിദഗ്ധർ പറയുന്നത്. ന്യൂസ് ഡെസ്ക് ഗ്രാമിക. തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. ഗാർഡനിംഗ് രംഗത്ത് 1/4 നൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത്. വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം. ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് 100 കണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ. വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ്, ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു. തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി.